ടീച്ചിങ് വേൾഡിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രസ്യ. അപ്പോൾ നമ്മൾ ആറ്റത്തെ കുറിച്ചും ആറ്റം മോഡൽസിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ആറ്റത്തിലെ കണങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ആറ്റം കണ്ടെത്തിയ ജോൺ ഡാൾട്ടൺ എന്താ പറഞ്ഞത്? ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല, ആറ്റം ഇൻഡിവിസിബിൾ ആണെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീടുള്ള സയന്റിസ്റ്റുകൾ അത് തെറ്റാണ്, ആറ്റത്തെ വിഭജിക്കാം, ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ട്, മറ്റ് കണങ്ങളുണ്ടെന്ന് കണ്ടെത്തി. ഈ കണങ്ങളിൽ ഏറ്റവും പ്രധാനമായവ, ഏറ്റവും മൗലികമായിട്ടുള്ളത് ഈ മൂന്ന് കണങ്ങളാണ്: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റത്തിന്റെ മൗലിക കണങ്ങൾ എന്നറിയപ്പെടുന്നത്, ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്നത് ഈ മൂന്ന് കണങ്ങളെയാണ്: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, പേര് നമുക്ക് പരിചിതമാണ്. ഈ മൗലിക കണങ്ങളിൽ പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലാണ്. ന്യൂക്ലിയസ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ആറ്റത്തിന്റെ ഒരു കേന്ദ്ര ഭാഗമുണ്ട്, അതാണ് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ മുഴുവൻ മാസം കേന്ദ്രീകരിച്ചിരിക്കുന്ന ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഈ ന്യൂക്ലിയസിന്റെ വലുപ്പത്തേക്കാൾ 10⁵ ഇരട്ടി വലുപ്പമായിരിക്കും ആറ്റത്തിനുള്ളത്. ഇങ്ങനെയുള്ള ഈ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലാണ്. ന്യൂക്ലിയസിനുള്ളിലുള്ള ഈ കണങ്ങളെ നമ്മൾ ന്യൂക്ലിയോണുകൾ എന്ന് പറയും. എന്ത് പറയും? ന്യൂക്ലിയോണുകൾ എന്ന് പറയും. അപ്പൊ ന്യൂക്ലിയോൺ ജോഡി ഏതാണ്? പ്രോട്ടോണും ന്യൂട്രോണും. എക്സാമിൽ ചോദിക്കും, ന്യൂക്ലിയോൺ ജോഡി ഏതാണ്? ഓപ്ഷനില് ന്യൂട്രോണും പ്രോട്ടോണും തരും, ന്യൂട്രോണും ഇലക്ട്രോണും തരും, പ്രോട്ടോണും ഇലക്ട്രോണും തരും. ഏത് തിരഞ്ഞെടുക്കും നിങ്ങൾ? ന്യൂട്രോണും പ്രോട്ടോണും. അപ്പൊ NNP എന്ന് ഓർത്താൽ മതി. NNP ഓർത്താൽ മതി. N ന്യൂക്ലിയസ്, മറ്റേ N ഏതാണ്? ന്യൂട്രോൺ, P പ്രോട്ടോൺ. അപ്പൊ ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. പിന്നെ ഇലക്ട്രോൺ എവിടെയാണ് കാണുന്നതെന്ന് നമ്മൾ പഠിച്ചതാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഷെൽ അഥവാ ഓർബിറ്റ് ഉണ്ട്. ആ ഷെല്ലിലാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. ഷെല്ലിനുള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? അപ്പൊ ഇത്രയുമാണ് മൗലിക കണങ്ങൾ. ഇനി ഓരോ കണങ്ങളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഫസ്റ്റ് നമുക്ക് ഇലക്ട്രോണിനെ കുറിച്ച് പഠിക്കാം. ഇലക്ട്രോണിനെ കുറിച്ചാണ് നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പൊ അത് ആദ്യം തന്നെ നമുക്ക് പഠിച്ചു വെച്ചേക്കാം. അപ്പോ ഇലക്ട്രോൺ, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഇത് ഇലക്ട്രോണുകൾ. ഇലക്ട്രോണിന്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ചാർജ്. ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ കണ്ടെത്തിയത് J.J. തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. ശ്രദ്ധിച്ചു പഠിക്കുക. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ കണ്ടെത്തിയത് J.J. തോംസൺ ആണ് 1897. അപ്പൊ J.J. തോംസണിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചല്ലോ, അത് പെട്ടെന്ന് ഓർത്തേക്കാം. ആറ്റത്തിന്റെ ഘടന കണ്ടെത്തിയത്, അതേപോലെ തന്നെ ആറ്റം മോഡലായ പ്ലം പുഡിംഗ് മോഡൽ കൊണ്ടുവന്നതും ആരാണ്? J.J. തോംസൺ ആണ്. അപ്പൊ നമ്മളൊരു കാര്യം പഠിക്കുമ്പോഴത്തേക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടെ ഓർമ്മ വരുന്നുണ്ടോ എന്ന് കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക. എങ്കിലേ നമ്മുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോ ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ആരാണ്? J.J. തോംസൺ. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വഴിയാണ് അദ്ദേഹം ഇലക്ട്രോണുകളെ കണ്ടെത്തിയത്. അപ്പൊ ഇലക്ട്രോണിനെ കണ്ടെത്തിയ എക്സ്പെരിമെന്റ് ഏതാണ്? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഇലക്ട്രോണുകൾ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് കാഥോഡ് റേസ് എന്നാണ്. കാഥോഡ് റേ. അപ്പൊ കാഥോഡ് റേസ്. ഇലക്ട്രോണുകൾ ആദ്യകാലത്ത്, ഇലക്ട്രോണിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? കാഥോഡ് റേസ് എന്നായിരുന്നു. നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ കണ്ടെത്തിയത് J.J. തോംസൺ ആണെന്ന് പറഞ്ഞു. എന്നാൽ ഇലക്ട്രോണിന്റെ ചാർജ്, നെഗറ്റീവ് ചാർജ് കണ്ടെത്തിയത് മറ്റൊരു സയന്റിസ്റ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ചു പഠിക്കണമെന്ന്. മില്ലിക്കൺ. ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് വാല്യൂ, ചാർജ് കണ്ടെത്തിയത് മറ്റൊരു സയന്റിസ്റ്റ് ആണ് മില്ലിക്കൺ. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴി, എണ്ണത്തുള്ളി പരീക്ഷണം വഴിയാണ് അദ്ദേഹം ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത്. അപ്പോ ഇലക്ട്രോൺ കണ്ടെത്തിയത് J.J. തോംസൺ, എന്നാൽ ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് കണ്ടെത്തിയത് മറ്റൊരു സയന്റിസ്റ്റ് ആണ് മില്ലിക്കൺ. ഇനി ഇലക്ട്രോണിന് ആ പേര് നൽകിയത് ജോൺ സ്റ്റോൺസ്റ്റോണി. ആരാണ്? ജോൺ സ്റ്റോൺസ്റ്റോണി. അടിപൊളി പേരാണ് അല്ലെ? അപ്പൊ ഇലക്ട്രോണിന് ആ പേര് നൽകിയത് ആരാണ്? ജോൺ സ്റ്റോൺസ്റ്റോണി. അപ്പോ J.J. തോംസൺ ഇലക്ട്രോണിനെ കണ്ടെത്തി. അപ്പൊ പേരിടൽ ചടങ്ങായി. അപ്പൊ പേരിടാൻ വന്നത് ആരാണ്? ജോൺ സ്റ്റോൺസ്റ്റോണി. അപ്പൊ പേരിടൽ ചടങ്ങിന് നമ്മൾ സമ്മാനമൊക്കെ കൊണ്ടുവരികയല്ലേ? അപ്പൊ സമ്മാനമായിട്ട് ഒരു നെഗറ്റീവ് ചാർജ് കൊണ്ടുവന്നത് ആരാണ്? മില്ലിക്കൺ. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിയല്ലോ. ഇനി ഇലക്ട്രോണ് നമ്മുടെ നാഗവല്ലിയെ പോലെയാണ്. രണ്ട് സ്വഭാവം കാണിക്കും. ദ്വൈത സ്വഭാവമുണ്ട്, ഡ്യുവൽ നേച്ചർ ഉണ്ട്. അതായത്
തരംഗ സ്വഭാവമുണ്ട്, കണികാ സ്വഭാവമുണ്ട്, വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. ഇലക്ട്രോണിന്റെ ഈ ഡ്യുവൽ നേച്ചർ, ഈ ദ്വൈത സ്വഭാവം ഇലക്ട്രോണിനുണ്ടെന്ന് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ഡി ബ്രോഗ്ലിയാണ്. ലൂയിസ് ഡി ബ്രോഗ്ലിയാണ് ഇലക്ട്രോൺസിന്റെ ഈ ദ്വൈത സ്വഭാവം ഇലക്ട്രോണിനുണ്ടെന്ന് ആദ്യമായിട്ട് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ. ഇലക്ട്രോണിന്റെ ദ്വൈത സ്വഭാവം, അപ്പൊ ഡ്യുവൽ നേച്ചറിലും ഡി ഉണ്ട്, ഡി ബ്രോഗ്ലിയിലും ഡി ഉണ്ട്. അപ്പൊ അങ്ങനെ ഓർത്തു വെക്കുക. എന്നാൽ ഇലക്ട്രോണിന്റെ ഈ ദ്വൈത സ്വഭാവം എക്സ്പെരിമെന്റ് വഴി പ്രൂവ് ചെയ്തത് മറ്റു രണ്ട് സയന്റിസ്റ്റ് ആണ്, CJ ഡേവിസണും LH ജെർമറും. ഡേവിസൺ ആൻഡ് ജെർമർ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ ഇലക്ട്രോണിന് ദ്വൈത സ്വഭാവമുണ്ട്, ഡ്യുവൽ നേച്ചർ ഉണ്ടെന്ന് ആദ്യമായിട്ട് നിർദ്ദേശിച്ചതാരാണ്? ലൂയിസ് ഡി ബ്രോഗ്ലിയാണ്. എന്നാൽ അത് എക്സ്പെരിമെന്റ് വഴി പ്രൂവ് ചെയ്തത് ഡേവിസണും ജെർമറുമാണ്. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ പഠിക്കുമ്പോഴത്തേക്ക് സയന്റിസ്റ്റുകളുടെ പേര് കുറച്ച് പഠിക്കാനുണ്ട്. അപ്പൊ അത് ഓരോന്നും വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക, തിരിഞ്ഞു പോകരുത്. നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജാണ് നമ്മൾ പഠിച്ചു. ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിന്റെ ചാർജ് വാല്യൂ എന്ന് പറയുന്നത് 1.602 into 10⁻⁻19 കൂളോം. 1.602 into 10⁻⁻19 കൂളോം. നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുക. അതേപോലെ തന്നെ ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ് ഏത്? ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ആ ഇലക്ട്രോണിന്റെ മാസ് 9.1 into 10⁻31 കിലോഗ്രാം. എത്രയാണ്? 9.1 into 10⁻31 കിലോഗ്രാം. ചാർജ് വാല്യൂം മാസ് വാല്യൂം നിർബന്ധമായും പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഇലക്ട്രോണിന്റെ ചാർജ് ടു മാസ് റേഷ്യോ, അതായത് ചാർജ് E മാസ് M, E/M റേഷ്യോ കണ്ടെത്തിയത് അഗൈൻ JJ തോംസൺ തന്നെയാണ്. ഇലക്ട്രോൺ കണ്ടെത്തിയ JJ തോംസൺ തന്നെയാണ് ഇലക്ട്രോണിന്റെ ചാർജ് ടു മാസ് റേഷ്യോ കണ്ടെത്തിയത്. ചാർജ് ടു മാസ് റേഷ്യോ വാല്യൂ എന്ന് പറയുന്നത് 1.758 into 10⁻11 കൂളോം പെർ കിലോഗ്രാം. 1.758, അത് നമുക്ക് 1.76 into ഇത്രയും ഡെസിമൽ പഠിക്കാനായിട്ട് പ്രയാസമുണ്ടെങ്കിൽ 1.76 into 10⁻11 കൂളോം പെർ കിലോഗ്രാം എന്ന് പഠിച്ചു വെക്കുക. ഇവിടെയും ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിന്റെ ചാർജ് വാല്യൂ, മാസ് വാല്യൂ, അതേപോലെ തന്നെ ചാർജ് ടു മാസ് റേഷ്യോ. ഇലക്ട്രോൺസിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് പോയിന്റ്സ് നമ്മൾ പറഞ്ഞതാണ്. നെഗറ്റീവ് ചാർജുള്ള മൗലിക കണങ്ങളിൽ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇത്? ഇലക്ട്രോൺ. നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. അതേപോലെ തന്നെ മൗലിക കണങ്ങളിൽ, ആറ്റത്തിന്റെ മൗലിക കണങ്ങളിൽ ദ്വൈത സ്വഭാവം കാണിക്കുന്നതും ആരാണ്? ഇലക്ട്രോണുകളാണ്. നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ്. അതേപോലെ തന്നെ ദ്വൈത സ്വഭാവം കാണിക്കുന്ന മൗലിക കണമാണ് ഇത്? ഇലക്ട്രോൺ. അതേപോലെ ആറ്റത്തിലെ ചലിക്കുന്ന കണങ്ങൾ എന്നറിയപ്പെടുന്നതും ആരാണ്? ഇലക്ട്രോൺ. അത് നമുക്ക് ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഓർബിറ്റിലൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചലിക്കുന്ന കണങ്ങൾ ഏതാണെന്ന് നമുക്ക് ഓർത്തു വയ്ക്കാം. ഇലക്ട്രോൺ ആണെന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ ചലിക്കുന്ന കണങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇലക്ട്രോൺ ആണ്. അതേപോലെ ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം കൂടിയാണ് ഏത്? ഇലക്ട്രോൺ. ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ് ഏത്? ഇലക്ട്രോൺ. ഇനി ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് അതിലെ ഇലക്ട്രോൺ ആണ്. അപ്പൊ ഒരു പദാർത്ഥത്തിന്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്ന മൗലിക കണം ഏതാണ്? ഇലക്ട്രോണുകളാണ്. അതേപോലെ തന്നെ ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നതും ഇലക്ട്രോണുകളാണ്. നെക്സ്റ്റ്, ദ്രവ്യത്തിന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കണമാണ് ഏത്? ഇലക്ട്രോൺ. മൗലിക കണമാണ് ഇലക്ട്രോൺ. ദ്രവ്യം എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ വസ്തുക്കളെ നമ്മൾ പൊതുവെ പറയുന്നതാണ് ദ്രവ്യം എന്ന് പറയുന്നത്. ഈ ദ്രവ്യത്തിന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ കണം കൂടിയാണ് ഏത്? ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺസിനെ കുറിച്ച് ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, പ്രോട്ടോൺ. നമ്മൾ പറഞ്ഞു ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. അതിൽ പ്രോട്ടോൺ ആണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ്, ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഏത്? മൗലിക കണമാണ് ഏത്? പ്രോട്ടോൺ. അപ്പൊ പ്രോട്ടോണിലും P ഉണ്ട്, പോസിറ്റീവ് ചാർജിലും P ഉണ്ട്. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് ഏത്? പ്രോട്ടോൺ. ഈ പോസിറ്റീവ് ചാർജുള്ള ഈ കണങ്ങളെ, ഈ പ്രോട്ടോണുകളെ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ് പ്രോട്ടോണുകളെ കണ്ടെത്തിയത് 1911. അപ്പോ നമ്മൾ ഏണസ്റ്റ് റുദർഫോർഡിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആറ്റത്തിലെ
ന്യൂക്ലിയസിനെ കണ്ടെത്തിയത് അല്ലെ? ആറ്റത്തിലെ ന്യൂക്ലിയസിനെ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. സോളാർ സിസ്റ്റം മോഡലും ആരുടേതാണ്? ഏണസ്റ്റ് റുദർഫോർഡിന്റേതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്ന വർഷം ഏതാണ്? 1908, 1908. ഒരു പ്രാവശ്യം PSC എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 1908 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിക്കുകയും 1921 ലണ്ടനിലെ റോയൽ സൊസൈറ്റിയിലെ പ്രസിഡന്റുമായിരുന്ന സയന്റിസ്റ്റ് ആരാണെന്നാണ് ഒരു പ്രാവശ്യം PSC എക്സാമിന് ചോദിച്ചത്. ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഇപ്പൊ ന്യൂക്ലിയസ്, ആറ്റത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയതും അതുപോലെ തന്നെ ആറ്റത്തിലെ മൗലിക കണമായ പ്രോട്ടോൺ കണ്ടെത്തിയതും ആര് തന്നെയാണ്? ഏണസ്റ്റ് റുദർഫോർഡ്. ഏണസ്റ്റ് റുദർഫോർഡ്. ഇപ്പൊ പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ പോസിറ്റീവ് ചാർജുള്ള ഈ കണങ്ങളുടെ പ്രോട്ടോണുകളുടെ സാന്നിധ്യം ആദ്യമായി തിരിച്ചറിഞ്ഞത് മറ്റൊരു സയന്റിസ്റ്റ് ആണ്, ഗോൾഡ്സ്റ്റീൻ. മൊത്തം ട്വിസ്റ്റ് ആണല്ലേ. പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. എന്നാൽ പ്രോട്ടോണുകളുടെ പോസിറ്റീവ് ചാർജുള്ള ഈ കണങ്ങളുടെ സാന്നിധ്യം ആറ്റത്തിൽ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് മറ്റൊരു സയന്റിസ്റ്റ് ആണ്. ആരാണ്? ഗോൾഡ്സ്റ്റീൻ. രണ്ടും ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ, ശ്രദ്ധിച്ച് ആൻസറും ചെയ്യുക. അപ്പൊ പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വഴി. എന്നാൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ആരാണ്? ഗോൾഡ്സ്റ്റീൻ ആണ്. പ്രോട്ടോൺ ആദ്യകാലത്ത് പ്രോട്ടോൺ അറിയപ്പെട്ടിരുന്നത് ആനോഡ് റൈസ് അഥവാ കാനൽ റൈസ് എന്നോ എന്ത് വേണേലും പറയാം. അപ്പൊ പ്രോട്ടോണിനെ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ആനോഡ് റൈസ് അഥവാ കാനൽ റൈസ് എന്നാണ്. കാഥോഡ് റൈസ് ആരായിരുന്നു? ഇലക്ട്രോൺ ആണ്. ആനോഡ് റൈസ് അഥവാ കാനൽ റൈസ് എന്നറിയപ്പെടുന്നത് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഏത് കണമാണ്? പ്രോട്ടോൺ ആണ്. അതേപോലെ തന്നെ ഒരു ആറ്റം ഏതാണെന്ന് തീരുമാനിക്കുന്നത് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തിനനുസരിച്ചാണ്. ഒരു ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അഥവാ ഫിംഗർ പ്രിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അഥവാ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്ന മൗലിക കണം പ്രോട്ടോൺ ആണ്. നമ്മൾ പറഞ്ഞു പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിന്റെ ചാർജ് വാല്യൂ 1.602 × 10⁻⁻90 കൂളോം. ഇലക്ട്രോണിന്റെ അതേ ചാർജ് വാല്യൂ തന്നെയാണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ആണ്. അപ്പോ ഒരു ആറ്റത്തില് എത്രമാത്രം പ്രോട്ടോണുകൾ ഉണ്ടോ അത്രമാത്രം ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. അതായത് എത്രമാത്രം പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പൊ എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അതായത് എത്രമാത്രം പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രമാത്രം നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. എന്നാൽ ആറ്റത്തിന് ചാർജ് ലഭിക്കുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചെന്നാൽ അത് പ്ലാസ്മ അവസ്ഥയിലാണ്. അപ്പോൾ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. ചാർജ് വാല്യൂ 1.602 × 10⁻⁻19 കൂളോം. അതേപോലെ തന്നെ പ്രോട്ടോണിന്റെ മാസ് 1.6726 × 10⁻27 കിലോഗ്രാം. 1.6726 × 10⁻27 കിലോഗ്രാം. അതേപോലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും മാസുകൾ തമ്മിലുള്ള അംശബന്ധം 1836:1. പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതമാണിത്. അപ്പൊ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണുകളുടെയും എണ്ണം ഒരാറ്റത്തിൽ ഈക്വൽ ആയിരിക്കും. എത്രമാത്രം പ്രോട്ടോണുകൾ ഉണ്ടോ അത്രമാത്രം ഇലക്ട്രോണുകൾ ഉണ്ടാകും. നെക്സ്റ്റ് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത് 1932. അതേപോലെ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത മൗലിക കണം, ന്യൂട്രൽ ആയിട്ടുള്ള മൗലിക കണമാണ് ഏത്? ന്യൂട്രോൺ. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, ചാർജ് ഇല്ലാത്ത മൗലിക കണമാണ്. അപ്പൊ ന്യൂട്രോൺ ഓർത്തിരിക്കാലോ. അപ്പൊ ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. അതേപോലെ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത മൗലിക കണമാണ് ഏത്? ന്യൂട്രോൺ എന്ന് പറയുന്നത്. അതുപോലെ ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. അപ്പൊ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം ഇലക്ട്രോണും ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ഏതാണ്? ന്യൂട്രോൺ ആണ്. ന്യൂട്രോണിന്റെ മാസ് 1.6749 × 10⁻⁻27 കിലോഗ്രാം. എത്രയാണ്? 1.6749 × 10⁻⁻27 കിലോഗ്രാം. ഓക്കെ.
അപ്പൊ നമ്മൾ പറഞ്ഞു ആറ്റം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. എത്രമാത്രം പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രമാത്രം നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു. എന്നാൽ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിൽ ഏതൊക്കെ കണമുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും. അതില് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജ് ഇല്ല. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോ ന്യൂക്ലിയസിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ആറ്റത്തിന് ചാർജ് ഇല്ല, ന്യൂട്രൽ ആണ്. ന്യൂക്ലിയസിന്റെ ചാർജ് ചോദിച്ചാലോ? പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി ന്യൂട്രോണിന്റെ എണ്ണം കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പൊ ന്യൂട്രോണുകളെ എണ്ണം കണ്ടെത്താനുള്ള ഇക്വേഷൻ ഏതാണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അപ്പൊ എന്താ മാസ് നമ്പർ, എന്താ അറ്റോമിക് നമ്പർ എന്ന് അറിഞ്ഞിരിക്കണമല്ലോ. എന്താ മാസ് നമ്പർ, എന്താ അറ്റോമിക് നമ്പർ? നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോണുകളുടെ ആകെ എണ്ണം. ന്യൂക്ലിയോൺ ഏതാ? പ്രോട്ടോണും ന്യൂട്രോണും. ഈ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് നമ്മൾ മാസ് നമ്പർ അഥവാ അറ്റോമിക മാസ് എന്ന് പറയുന്നത്. അതിനെ സൂചിപ്പിക്കുന്ന പ്രതീകം എ. അപ്പൊ അറ്റോമിക മാസ് അഥവാ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം അഥവാ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. എന്നാൽ അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ മാത്രം എണ്ണം. പ്രോട്ടോണുകൾ എത്ര എണ്ണം പ്രോട്ടോണുകളുണ്ടോ അതിന്റെ എണ്ണമാണ് എന്ത് പറയുന്നത്? അതിന്റെ നമ്പറാണ് അറ്റോമിക നമ്പർ. അതിനെ സൂചിപ്പിക്കുന്ന പ്രതീകം, അറ്റോമിക സംബന്ധത്തെ സൂചിപ്പിക്കുന്ന പ്രതീകം ഇസഡ്. അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണമാണ്. അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ മാത്രം എണ്ണമാണ്. അപ്പോ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക നമ്പർ കുറച്ചെന്നാല് നമ്മൾ ന്യൂട്രോണിന്റെ എണ്ണം കിട്ടുമല്ലോ. അതാണ് ന്യൂട്രോണിന്റെ എണ്ണം കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങൾ ഓർപ്പിക്കുക. നമ്മൾ മൗലിക കണങ്ങളെ കുറിച്ച് പഠിച്ചല്ലോ. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇത്ര നേരം പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്കൊന്നുകൂടെ പറയാം. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. പ്രോട്ടോണിന്റെ മാസ് 1.6726 × 10⁻⁻27 കിലോഗ്രാം. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? J.J. തോംസൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവും ഇലക്ട്രോണിന്റെ മാസ് 9.1 × 10⁻31 കിലോഗ്രാം. ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത മൗലിക കണമാണ്. കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. മാസ് 1.6749 × 10⁻⁻27 കിലോഗ്രാം. ഇനി പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ കണ്ടെത്തിയവരുടെ പേര് ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡ് ഉണ്ട്, PEN-RTC. അപ്പൊ അതിങ്ങനെ എഴുതുക, PEN-RTC എന്നുള്ളത് ഇങ്ങനെ എഴുതുക. ഞാൻ കണ്ടുപിടിച്ച കോഡൊന്നുമല്ല, BSc ഉണ്ടായ കാലം മുതലുള്ള കോഡാണ്. അതില് PEN, പെൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. RTC, R ഫോർ റുദർഫോർഡ്, T ഫോർ J.J. തോംസൺ, C ഫോർ ജെയിംസ് ചാഡ്വിക്. ചാഡ്വിക്കിലെ C ആണിത്. അപ്പോ പ്രോട്ടോൺ കണ്ടെത്തിയത് റുദർഫോർഡ്, ഏണസ്റ്റ് റുദർഫോർഡ്. ഇലക്ട്രോൺസ് J.J. തോംസൺ, T തോംസൺ ആണെന്നുള്ള ഓർത്ത് വയ്ക്കുക. ന്യൂട്രോൺ ചാഡ്വിക്, ജെയിംസ് ചാഡ്വിക്. അപ്പോ ഇത്രയുമാണ് ആറ്റത്തിന്റെ മൗലിക കണങ്ങളെ കുറിച്ച് പറയാനുള്ളത്. നമ്മളിപ്പോ ആറ്റത്തിലെ മൗലിക കണങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. നമ്മൾ പറഞ്ഞു ആറ്റത്തിലെ മൗലിക കണങ്ങൾ മാത്രമല്ല മറ്റ് അതിസൂക്ഷ്മ കണങ്ങളുണ്ട്. അതായത് ന്യൂട്രിനോകൾ, ആന്റി ന്യൂട്രിനോകൾ, ആന്റി പാർട്ടിക്കിൾസ് തുടങ്ങിയ അതിസൂക്ഷ്മ കണങ്ങളും ആറ്റത്തിലുണ്ട്. അതില് ആറ്റത്തിലെ ചാർജും മാസും ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രിനോകളും ആന്റി ന്യൂട്രിനോകളും. ചാർജും ഉണ്ടാകില്ല, മാസും ഉണ്ടാകില്ല. അങ്ങനെയുള്ള കണങ്ങളാണ് ന്യൂട്രിനോകളും ആന്റി ന്യൂട്രിനോകളും. അതില് ന്യൂട്രിനോകളുടെ സാന്നിധ്യം പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് വുൾഫ്ഗാങ് പോളി. ന്യൂട്രിനോകളെ കുറിച്ച് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് വുൾഫ്ഗാങ് പോളി. ന്യൂട്രിനോകളും ആന്റി ന്യൂട്രിനോകളും എന്ന് പറഞ്ഞാൽ ചാർജും മാസും ഇല്ലാത്ത ആറ്റത്തിലെ കണങ്ങളാണ് ന്യൂട്രിനോകളും ആന്റി ന്യൂട്രിനോകളും. ഇനി ആന്റി പാർട്ടിക്കിൾസ്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആന്റി പാർട്ടിക്കിൾസ് ആണ്. നമ്മൾ മൗലിക കണങ്ങളെ കുറിച്ച് പറഞ്ഞു, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഈ മൗലിക കണങ്ങളുടെ സെയിം മാസ് ഉള്ളതും എന്നാൽ ഓപ്പോസിറ്റ് ചാർജ് ഉള്ളതുമായിട്ടുള്ള കണങ്ങളാണ് ആന്റി പാർട്ടിക്കിൾസ് അഥവാ പ്രതികണങ്ങൾ. മൗലിക കണങ്ങളുടെ സെയിം മാസ് ഉണ്ടാകും എന്നാൽ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും. അവയാണ് ആന്റി പാർട്ടിക്കിൾസ്. ഫസ്റ്റ് പോസിട്രോൺ, അതായത് ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ് പോസിട്രോൺ. അതായത് ഇലക്ട്രോണിന്റെ സെയിം മാസ് ഉണ്ടാകും എന്നാൽ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും. അതായത് പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ, അതാണ് പോസിട്രോൺ. അല്ലെ, പേരിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം. പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ ആണ് പോസിട്രോൺ.
ഈ ആന്റി പാർട്ടിക്കിൾസ്, അതായത് പോസിട്രോൺ ഉൾപ്പെടെയുള്ള എല്ലാ ആന്റി പാർട്ടിക്കിളിന്റെയും സാന്നിധ്യം ആദ്യമായിട്ട് പ്രവചിച്ചത് പോൾ ഡിറാക് ആണ്. പോസിട്രോൺ ഉൾപ്പെടെയുള്ള എല്ലാ ആന്റി പാർട്ടിക്കിളുടെയും സാന്നിധ്യം ആദ്യമായിട്ട് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് പോൾ ഡിറാക്. എന്നാൽ പോസിട്രോൺ കണ്ടെത്തിയത് മറ്റൊരു സയന്റിസ്റ്റ് ആണ്, കാൾ ആൻഡേഴ്സൺ. പോസിട്രോണിന്റെ സാന്നിധ്യം പ്രവചിച്ചത് ആരാണ്? പോൾ ഡിറാക് ആണ്. എന്നാൽ പോസിട്രോൺ കണ്ടെത്തിയത് ആരാണ്? കാൾ ആൻഡേഴ്സൺ ആണ്. പോസിട്രോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺ ആണ്. നെക്സ്റ്റ് ആന്റി പ്രോട്ടോൺ. ആന്റി പ്രോട്ടോൺ പേരിൽ നിന്ന് തന്നെ നമുക്ക് പറയാം പ്രോട്ടോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ്. അതായത് പ്രോട്ടോണിന്റെ സെയിം മാസ് ഉള്ളതും എന്നാൽ ഓപ്പോസിറ്റ് ചാർജ്, അതായത് നെഗറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ, അതിനാണ് നമ്മുടെ ആന്റി പ്രോട്ടോൺ എന്ന് പറയുന്നത്. ആന്റി പ്രോട്ടോൺ കണ്ടെത്തിയത് ചേംബർലൈനും സെഗ്രെയിനുമാണ്. ആരാണ് ആന്റി പ്രോട്ടോൺ കണ്ടെത്തിയത്? ചേംബർലൈനും സെഗ്രെയിൻ. ചേംബർലൈനും സെഗ്രെയിനും. ഇനി ന്യൂട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ് ആന്റി ന്യൂട്രോൺ. ആന്റി ന്യൂട്രോൺ. ആന്റി ന്യൂട്രോൺ കണ്ടെത്തിയത് ബ്രൂസ് കോർക്ക് ആണ്. ബ്രൂസ് കോർക്ക്. അപ്പൊ ആന്റി പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? പോസിട്രോൺ. പോസിട്രോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ. ആന്റി പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ്. ന്യൂട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾസ് ആണ് ആന്റി ന്യൂട്രോൺ. അപ്പോ ഇത്രയും ആറ്റത്തിലെ ഈ സൂക്ഷ്മകണങ്ങളെ കുറിച്ച് കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. എങ്കിലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.